Hey all, welcome back to another vlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു എക്സ്പൾസ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഒരു ഫ്രണ്ട്, അപ്പോൾ ആൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ അതെടുക്കാൻ ഞാൻ അതുവരെ വണ്ടി കണ്ടിട്ടൊന്നുമില്ല. നമ്മുടെ മുന്നത്തെ മറ്റേ ലോറി വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നില്ല കിരൺ, അതുപോലെ തന്നെ ടോളിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടാകുന്ന ബ്രോയില്ല കിരൺ. അപ്പോൾ പുള്ളിക്കാരനാണ് വണ്ടി ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചോളൂ നമുക്ക് വണ്ടി എടുക്കാൻ പോകണം. അപ്പോൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കണം താർ റോക്സ്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നമളത്താണ് വണ്ടി ഉള്ളത്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടി നമ്മൾ എടുത്തിട്ട് വരിക ആ ഒരു മൂഡ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ വണ്ടിയുടെ മോഡൽ 2021 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതേപോലെ തന്നെ ലോ കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഏകദേശം ഒരു 10-12,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി സെറ്റ് വണ്ടിയാണ്. വണ്ടി ഞാൻ കണ്ടിട്ടില്ല, ചെക്കൻ നേരിട്ട് വണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഫുള്ള് ഓഫ് റോഡ് റൈഡുകളും ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ എന്തായാലും പോകാൻ ഒരു കമ്പനിക്ക് ഒരാളായി. ഇത്ര ദിവസം ഷുക്കൂറിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. ഷുക്കൂറിൻ്റെ വണ്ടി ഇപ്പോൾ കൊടുത്തതിന് ശേഷം കമ്പനിക്ക് ഓഫ് റോഡ് പോകാൻ കമ്പനിക്ക് ഒരാളില്ല. ഓഫ് റോഡൊക്കെ പിന്നെ ഒറ്റയ്ക്ക് പോകാന്ന് പറയുമ്പോൾ റിസ്ക്കുമാണ്, ചാട്ടങ്ങുമാണ്, ഒരുമാതിരി സുഖമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ചെക്കൻ്റെ എക്സ്പേർട്സ് ഇപ്പം ഇന്നിറങ്ങും. ഇനിയിപ്പോൾ അങ്ങോട്ട് ഓഫ് റോഡ് റൈഡുകൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അല്ലേ കിരോ? ഇനിയിപ്പോൾ എന്തായാലും ഓഫ് റോഡൊക്കെ പടക്കില്ലേ? ഉറപ്പായിട്ടും. ഇനിയിപ്പോൾ എന്തായാലും പുളിപ്പുണ്ടില്ല നമ്മുടെ ഉറുമ്പിക്കര, അതൊക്കെ എന്തായാലും പോകണം. ചെക്കൻ്റെ വണ്ടി 2 തുടങ്ങി, 2 വണ്ടി ഹിമാലയനും പോയി, എക്സ്പേർട്സ് പോയി. സെറ്റ് നമ്മളിത് പാറയമ്പാടം ചെയ്തിട്ടുണ്ട് കേട്ടോ. പാറയമ്പാടം കുറച്ചു മണി പോയിട്ടാണ് ഈ പറയണ വണ്ടി എടുക്കണ സ്ഥലം. ചെക്കൻ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ. ചെക്കന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ സാധനമാണ്. എന്നിട്ട് അതിൻ്റെ പേര് അവിടെ തണ്ടർബേർഡ് എക്സില്ലേ ആ സാധനം. അപ്പം അത് മാറിയിട്ട് ഇപ്പോൾ ഒരു അഡ്വഞ്ചർ ഓഫ് റോഡ് കാറ്റഗറിക്ക് വരുമ്പോൾ ചെക്കൻ വേറെ മൂടാണ്. ഏത് പൊളി തന്നെ പൊളി. ഓക്കെ ഈ ഓട്ടോൻ്റെ ബാക്കിലെന്ന് പറയണേ. ഓക്കെ യെസ് വണ്ടി ഉള്ളിലുണ്ടോ? ഓ ആയിരിക്കണ സാധനം അതല്ല വണ്ടി 3403 പൊള്ളിച്ചു. 2 ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോഗ് ലൈറ്റ്. ടയറൊന്ന് കുറച്ച് കുറവുണ്ടെന്ന് മാത്രം. സിയേറ്റ ടയറായി കിടക്കണം. ബാക്ക് ടയർ സാധാ ടയർ എടുക്കണത്, ഓഫ് റോഡ് ടയറല്ല. അത് നമുക്ക് പിന്നീട് മാറ്റാം. തൽക്കാലം ഉണ്ട്. വണ്ടി സൗണ്ടൊക്കെ കേട്ടിട്ട് സെറ്റാണ്. വേറെ സീനൊന്നും കാണില്ല. പിന്നെ ഇവരെല്ലാം സെറ്റാക്കി വെക്കുമല്ലോ. നമ്മൾ വണ്ടി ഒന്ന് എടുത്തിട്ടുണ്ട് പുറത്തേക്ക്. ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. വണ്ടി 11,937 ഓടിയിട്ടുള്ളൂ കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. വണ്ടി ഗിയറും കാര്യങ്ങളൊക്കെ സ്മൂത്താണ് കേട്ടോ. വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിക്ക് ഒരു റോഡുണ്ട്. ആ റോഡൊന്ന് പോയി നോക്കാം. വണ്ടി കൊടുക്കുമ്പോൾ കേരള കയറുന്നുണ്ട്. മിസ്സിങ് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മിസ്സിങ് ഒക്കെ ഉണ്ടായി. ഇപ്പോൾ അതൊന്നുമില്ല. അതൊന്നും എടുക്കാണ്ട് വെച്ച് എൻ്റെ ആയിരിക്കാൻ ചിലപ്പോൾ മിസ്സിങ് ഒക്കെ. നമുക്ക് എന്തായാലും ഈ വഴിയിലൊന്ന് നോക്കി നോക്കാം. വണ്ടി ഓക്കെയാണ്. വണ്ടി വലിയ സീനൊന്നുമില്ല കേട്ടോ. വണ്ടി സെറ്റാണ്. എനിക്ക് ഈ ഹാൻഡിലുമ്പോൾ ചെറിയൊരു ബെൻഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ പിന്നെ ചേഞ്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ
പിന്നെ ഒരു യൂസ്ഡ് ബൈക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആക്സിഡൻറ്റ് വണ്ടിയാണോ നോക്കുക. പിന്നെ അതേപോലെ തന്നെ RC ബുക്ക് ഇട്ട് നോക്കിയിട്ട് അതിലത്തെ സൈസ് നമ്പർ എഞ്ചിൻ നമ്പറൊക്കെ ഒന്ന് വെറുതെ ക്രോസ് ചെക്ക് ചെയ്യുക. കേരളമാണ് മോനെ, പല പണികൾ കിട്ടും. ചിലപ്പോൾ അവന്മാർ ചേസൊക്കെ മാറ്റിയ വണ്ടിയല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിനൊക്കെ മാറ്റിയ വണ്ടിയൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാവും. വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വണ്ടി ചെറുതായിട്ടൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം വണ്ടിയുടെ ഒരു ഘടന മനസ്സിലാവുമല്ലോ. വണ്ടി നന്നായിട്ട് അവിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കോർണറൊക്കെ എടുക്കുമ്പോൾ ഏകദേശം വണ്ടി അതിൻ്റെ ആ ഒരു സാധനം കാണിക്കും. അത്രയും അവിഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിൽ കോർണർ അടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫക്റ്റ് എന്തായാലും കാണിക്കും. ഇപ്പോൾ ചേസ് ബെൻഡുള്ള വണ്ടിക്കാണ് നമ്മൾ കോർണർ അടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോർണർ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അടിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഓടിച്ചു നോക്കുന്ന കാര്യം പറയണേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ ആക്സിഡൻറ്റ് വണ്ടിയാണോ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഈ ഹാൻഡിൽ ബെൻഡ് സീനൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് ഓഫ് റോഡ് വണ്ടിയാണ്, തീർച്ചയായിട്ടും എന്തായാലും വീഴ്ചകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഹാൻഡിലൊക്കെ നമുക്ക് ജസ്റ്റ് ബെൻഡ് മാറ്റാവുന്ന ആവശ്യമുള്ളൂ. ഈ ഫോൾക്കിനും കാര്യങ്ങളും ഇടി വന്നിട്ടുള്ള ബെൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോൾ അതൊന്നും അല്ലാതെ തോന്നുന്നു, ഈ ഒരു ഭാഗം കൊണ്ട് മാത്രമാണ് ബെൻഡ് ഫീൽ ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോൾ വണ്ടി വേറെ സീനുകളൊന്നുമില്ല. പിന്നെ മെയിൻ കാര്യം സിംഗിൾ ഓണർ വണ്ടിയാണ്, കിലോമീറ്റർ ഇത്ര ഓടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ട് വണ്ടി ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇത് എടുക്കാനുള്ള പ്ലാൻ ഫിക്സ് ചെയ്യാനുള്ള ഒരു മൂടാണ്. അപ്പോൾ ഞാൻ ചെക്കൻ്റെ അടുത്ത് എന്നോട് ഓടിച്ചു വെക്കാൻ പറഞ്ഞേ. ഞാൻ ചെക്കൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഓക്കെ പറയുകയാണെങ്കിൽ ചെക്കൻ ഇപ്പോൾ വണ്ടി എടുക്കും. ആ മൂടാണ് അവൻ ചെക്കൻ. പിന്നെ വണ്ടിക്ക് 2 ഫാബ്രിലേറ്റും കാര്യങ്ങളും ഇതിൻ്റെ മുന്നത്തെ ഓണറിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു ഉപകാരമായി. നമുക്ക് എന്തായാലും റൈഡുകളിൽ അത് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം കിഡിൻ്റെ വീട് കേട്ടോ, കിഡിൻ്റെ വീട്. കിഡിൻ്റെ ചേട്ടൻ്റെ ഉണ്ണിയുടെ എന്ത് പരിപാടി വന്നോളെ. അമ്പോ പെട്ട ഹോണാലോ. അപ്പോൾ വണ്ടി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. പിന്നെ ചെറിയ പണികൾ, അതിന് എല്ലാ വണ്ടികളും ഉണ്ടാവും. ഫ്രണ്ട് ടയർ ഒന്ന് മാറണം, കുറച്ചുകൂടി ഓടാളുണ്ട്. C8 കിടക്കണേ. പിന്നെ ബാക്ക് ടയർ കിടക്കണത് ഓഫ് റോഡ് ടയറല്ല, സാധാരണ ഒരു ടയർ കിടക്കണേ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഓഫ് റോഡ് ടയർ ആക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഹാൻഡിലൊന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഹാൻഡിൽ ഇത് മാറ്റിയിട്ട് ബാർ ഹാൻഡിൽ വയ്ക്കായിരിക്കും, കിരണ തിരിപ്പിക്കാം. എന്നിട്ട് ബാർ ഹാൻഡിലൂടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നോക്കിയപ്പോൾ പൊരിപ്പനായി. പിന്നെ നേരെ ഓഫ് റോഡ്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ബാക്കി തിരിച്ച് ഷോറൂമിൽ എത്തിയിട്ട് കാണാം നമുക്ക്. ഇവിടെ എവിടെയാണല്ലോ ഈശ്വര ഷോറൂം. യെസ്, എൻ്റെ പൊന്നൻ ചേട്ടാ ഇടിക്കാൻ വരില്ലേ, അവിടെ തിരിയാളതാ കൊല്ലെല്ലാം ഭയങ്കര. വണ്ടി സെറ്റാടാ. ഇവിടെ ഒരു പെണ്ണുണ്ട് ഹാൻഡിലുമേ, ഈ ഒരു പോർഷനിലൊരു പെണ്ണുണ്ട്. അത് വലിയ സീനില്ല, ഹാൻഡിൽ മാറ്റാവുന്നുള്ളൂ, വേറെ സീനൊന്നുമില്ല. സെറ്റാണ്, വണ്ടി കയറുന്നുണ്ട്. കോർണർ ചെയ്യാനും വലിയ സീനൊന്നുമില്ല, ചടപ്പൊന്നും കാണിക്കാനില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓ, ഡിസ്കിൻ്റെ അവസ്ഥ സീനാലോ. ഡിസ്കിൻ്റെ ഒരു അവസ്ഥ സീനാലോ. ഒരു പാഡില്ലാണ്ട് ഇത് ഓടിച്ചിട്ട് ഡിസ്ക് ഉരഞ്ഞിട്ട് പോയേ നറുനാശായൻ്റെ ഡിസ്ക്. പാഡ് പുതിയതിട്ടുണ്ട്, പക്ഷേ മുന്നത്തെ പാഡിൻ്റെയാണ് അത്. ഒരഞ്ഞിട്ട് നറുനാശായുണ്ട്. പാഡ് മാറ്റാണ്ട് മുന്നത്തെ കൊണ്ട് ഓടിച്ചാവും. സംഭവം സീനുണ്ട്, പക്ഷെ തൽക്കാലത്തിന് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എന്നാലും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറാം. അല്ലെങ്കിൽ ഇത് മറ്റു ലൈറ്റിൽ കൊടുത്തിട്ട് റെഡിയാക്കാൻ പറ്റും, സീനില്ല. ഫ്രണ്ട് സസ്പെൻഷൻ്റെ മറ്റേ കവറൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കുക. സസ്പെൻഷൻ്റെ ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടോ അറിയാൻ പറ്റും. നമ്മളിത് എവിടെ നിന്ന് ഇറങ്ങാണ്. ചെക്കത വണ്ടി പിക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റ്
ബസ് വന്ന വരവുണ്ടോ വെടിയുണ്ടോ അപ്പൊ സാധനം ഇറക്കി മക്കളെ സാധനം ഇറക്കി പോനെ പിന്നല്ല അതെ അതെ ഓടിക്കാൻ സെറ്റാട്ടോ കൈ എടുത്ത് നോക്കിയത് ചെക്ക ഹാപ്പി ആയിട്ടാ കുറച്ച് കാലമായിട്ട് പാവത്തിന് വേണ്ടി നടക്കണം ഇഷ്ടാ കുറച്ച് കാലമായിട്ട് ഇതിന് മുന്നത്തെ വണ്ടി ഞാൻ പറഞ്ഞ തണ്ടർബേർഡ് എക്സ് ആയിരുന്നു അപ്പോൾ തണ്ടർബേർഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ആളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം ആൾക്ക് വിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പാഷൻ പ്ലസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞൊരു 1.5-2 കൊല്ലം അടുപ്പിച്ചായിട്ടുണ്ട് ആശാന് വണ്ടി ഇല്ലാണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയാലോ ഒരാൾക്ക് വണ്ടി ഉണ്ടായിട്ട് വണ്ടി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അത് കുറേ ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ആ സിറ്റുവേഷനിൽ കൂടെ പല ആൾക്കാരും കടന്നു പോയിട്ടുണ്ടായിരിക്കും അത് വളരെ ഒരു ദാരുണമായ സിറ്റുവേഷനാണ് ഞാനൊക്കെ അത് അനുഭവിച്ചിട്ടാണ് ആദ്യം മുതലേ വണ്ടിയില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ഇത് നമുക്ക് വണ്ടി ഉണ്ടായിട്ട് പിന്നെ വണ്ടി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഷോക്കാണ് ഭയങ്കര ഷോക്കാണ് അപ്പം അങ്ങനെ നീ അടിച്ചിട്ട് വാ ഞാൻ അടക്കാം അപ്പോൾ വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ആശം കുറേ നടന്നു പാവം പിന്നെ ഫൈനലി വി മെയ്ഡ് ഇറ്റ് ആ ഒരു മൂടുണ്ടല്ലോ അതാണ് ആശാനിപ്പോൾ നമുക്ക് കുറച്ചേരം എക്സ്പോൾസ് ഓടിച്ചു നോക്കാം ഗൈസ് രണ്ട് കണ്ടെയ്നർ പോകണല്ലോ 32 ഫീറ്റ് നമുക്കിത് വണ്ടി എടുത്ത് പൂശാം സാധനം ഹിമാലയൻ എന്ന് പറഞ്ഞിട്ട് നേരെ ഇത് ഓടിക്കുമ്പോൾ വേറൊരു മൂടാട്ടോ നമ്മൾ വണ്ടിയുടെ പുറത്ത് കയറിയിരിക്കണ ഒരു ഫീലാ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വണ്ടി സെറ്റാണ് ഗൈസ് അടിപൊളിയാണ് വണ്ടി സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക അധികം നാശമായിട്ടുള്ള അധികം നല്ല തീരാതിയാത്തൊരു നാശാവാത്തൊരു വണ്ടിയാണ് നല്ലൊരു വണ്ടിയാണ് എല്ലാവർക്കും അങ്ങനെ ഒരു നല്ല വണ്ടി കിട്ടണമെന്നില്ല പക്ഷേ നമുക്ക് നല്ല ഭാഗ്യമുണ്ട് നമുക്ക് നല്ലൊരു വണ്ടിയാണ് കിട്ടിയത് ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതുകൊണ്ട് കുറച്ച് നമുക്ക് ഓഫ് റോഡ് കാര്യങ്ങളെല്ലാം പഠിക്കണം ചെക്കൊരു ബിഗിനറായതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഉളുപ്പുണ്ടി പോലത്തെ സ്ഥലങ്ങളിൽ ട്രൈ ചെയ്യാം എന്നിട്ട് മെല്ലെ മെല്ലെ ഉറുമ്പിക്കറിയാക്കി കൊണ്ടുപോകാം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു എക്സ്പൾസ് എടുക്കാൻ പോണ വീഡിയോ ആയിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ഇഷ്ടപ്പെട്ടവരെല്ലാം സബ്ബൊക്കെ ചെയ്ത് കട്ടാക്കി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗൈസ്